ഹായ് ഓൾ. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്ക് ഒരുപാട് അവസരങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതായത് നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അപ്പോൾ ഞാൻ കുറച്ച് എക്സാംസുകൾ പറയാം. നമ്മുടെ KSEB സബ് എഞ്ചിനീയർ, അതുപോലെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലോമ ലെവലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ, ഹാർബർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഓവർസിയർ എക്സാംസുകളൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഇനി ഈ വരുന്ന 2026-27 വർഷങ്ങളിൽ വരാൻ പോകുന്നതാണ്. അപ്പൊ ഞാനിത് അതിലെ ഇപ്പോൾ ഈ 2026 വരുന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ചിലപ്പം ചിലത് 2027 2028 അപ്പൊ അത് പറയുമ്പോൾ കുറെ ആളുകൾ ചോദിക്കും, എന്തിനാണ് ഈ 2028 വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നമ്മൾ ഇത്ര നേരത്തെ തുള്ളുന്നത് എന്നുള്ളത് അല്ലെ, കുറെ ആളുകൾ ചോദിക്കും. അപ്പൊ എനിക്ക് അവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ 2026 വന്ന ഒരു എക്സാം 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം വന്നാൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും എഴുതിയെടുക്കാൻ പറ്റുന്നത്. എന്നാലും കൂടുതൽ ആളുകൾക്കും ഈ ഒരു PSC എക്സാംസുകൾക്ക്, പ്രത്യേകിച്ച് ടെക്നിക്കൽ PSC എക്സാംസുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 1 ഇയർ എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ലോങ് ടേം ആയിട്ട് ഈ വർഷം പഠിച്ചിറങ്ങിയവർ, അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നവർ, അതല്ലെങ്കിൽ ഇനി PSC പഠിക്കാനിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരു 8 മാസം മുതൽ ഒരു 1 ഇയർ വരെയുള്ള ടൈമാണ്. കാരണം ആ ഒരു സമയത്തിനുള്ള നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക്സ് പഠിച്ചു തുടങ്ങാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ റിവിഷൻസുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു 1-2 എക്സാംസുകൾ എഴുതാം. ഏത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് എക്സാം വരാം. അപ്പം നമുക്കതൊരു ഒറിജിനൽ നമ്മുടെ ആക്ച്വൽ PSC എക്സാം അത് എഴുതിക്കൊണ്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞ് വരുന്ന എക്സാംസുകൾക്ക് നിങ്ങൾ നേരത്തെ നോക്കി തുടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. നമുക്ക് ബേസിക് ആയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ആ എക്സാമിന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്താം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പല എക്സാംസുകളും, ഏത് KSEB സബ് എഞ്ചിനീയർ, PWD ഇറിഗേഷൻ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഓവർസിയർ എക്സാം, ഹാർബർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഒരു 3-4 മാസത്തിനുള്ളിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ പറയുന്നില്ല. വെറുതെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു 6 മാസത്തിനുള്ള എക്സാം വരും അല്ലെങ്കിൽ 8 മാസത്തിനുള്ള എക്സാം വരും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ലെവലിൽ വരാൻ പോകുന്ന എക്സാംസുകളാണ് ഇതൊക്കെ. അതായത് 2022, 23, 24 വർഷങ്ങളിൽ നടന്ന എക്സാംസുകൾ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ചിലത് 2024 തന്നെ വന്നതുണ്ട്, ചിലത് 2025 വന്നതായിരിക്കും. എന്നാലും PSCയുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ച് ലിസ്റ്റ് വന്ന് ഒരു 2 വർഷം കഴിഞ്ഞാൽ തന്നെ അടുത്ത എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻസുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സാംസുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ അതല്ലെങ്കിൽ 2028 ആദ്യമോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പോൾ നമുക്ക് ഈ വർഷം അവസാനമൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ അതിൽ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നിങ്ങൾക്കറിയാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾ കുറേ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, എക്സാം എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ സബ് എഞ്ചിനീയർ മേ ബി ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 1 ഇയർ അറൗണ്ട് നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വൃത്തിയായി പഠിച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് എക്സാംസുകൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാമിന് നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പുതിയ ബാച്ച്, നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ഡിപ്ലോമ ലെവൽ വരുന്ന, ഡിപ്ലോമ അല്ലെങ്കിൽ ITI ലെവൽ വരുന്ന എക്സാംസുകളായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, സബ് എഞ്ചിനീയർ എക്സാംസുകൾ, അതുപോലെ ഓവർസിയർ എക്സാംസുകൾ, ഗ്രേഡ് 3 ലെവലിൽ വരുന്ന ഇലക്ട്രീഷ്യന്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പോലുള്ള എല്ലാ എക്സാംസുകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് ആണ് നമ്മൾ ഏത് വരുന്നത്, പവറെക്സ് ഇലക്ട്രിക്കൽ ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ August 30 നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡും ലൈവ് ക്ലാസ്സുകളും, അതായത് നിങ്ങൾക്ക് ടോപ്പിക്സുകൾ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ അതും ഒരൊറ്റടിക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല, ഒരു ഷെഡ്യൂൾ ആയിട്ട് തന്നെ തിങ്കളാഴ്ച നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിലെ 2 അവർ ക്ലാസ് ആണ്, ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിലെ 2 അവർ ക്ലാസ് ആണ്, ബുധനാഴ്ച നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റിലെ 2 അവർ ക്ലാസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ടോപ്പിക് ടെസ്റ്റുകൾ ആ ഓരോ ടോപ്പിക്കുകൾ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. വീക്കിലി ഒരു റിവിഷൻ ടെസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഒരു മെന്റർ സപ്പോർട്ട് വരുന്നത്. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, എത്രത്തോളം റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കാനുള്ള ആ വീക്കിൽ എടുത്തതും അതിന് മുന്നേ എടുത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള റിവിഷൻ ടെസ്റ്റുകൾ, സബ്ജക്റ്റ് തീരുന്നതിനനുസരിച്ച് സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ബാച്ച്. അപ്പോൾ ലൈവ് എവിടെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഇതാ കുറച്ച് ടോപ്പിക്കുകൾ
തീരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ലൈവ് ഡിസ്കഷൻസുകൾ, അതിൽ നമുക്ക് MCQ ഡിസ്കസ് ചെയ്യാം, PYQ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ലൈവ് വരെ കാത്തിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആപ്പിലെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ മെൻറ്റർ ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും, ഫാക്കൾട്ടീസ് ക്ലിയർ ചെയ്ത് തരും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് ഫാക്കൾട്ടീനോട് ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ലൈവ് സെഷൻസുകൾ, ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ലൈവ് സെഷൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അങ്ങനെ ഡെയിലി നമുക്കൊരു 1 to 3 hour എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ, വീക്കിലി ഒരു അറൗണ്ട് 6 days ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലാണ് ഈ ബാച്ചസിന്റെ ക്ലാസ്സുകൾ വരുന്നത്. അപ്പം അങ്ങനെ പഠിച്ചാൽ ഏകദേശം നമുക്ക് ഈ സബ് എഞ്ചിനീയർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് 90% സെയിം സിലബസ് ആണ്. അപ്പോൾ സബ് എഞ്ചിനീയറിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ട്, ക്വസ്റ്റ്യൻസും ചെറിയ ലെവലാണ്. അത് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഫാക്കൾട്ടി പറയും, നിങ്ങൾക്ക് ഇതൊക്കെ ബേസിക്സ് ആണ്, എല്ലാ എക്സാമിനും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ എക്സാമിന്, സബ് എഞ്ചിനീയർ ലെവൽ എക്സാംസിനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നിങ്ങളോട് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 300-350+ hours ആണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അർജന്റ് ഒന്നും കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് 30 മുതൽ ക്ലാസ്സുകൾ തുടങ്ങുന്നു, എക്സാംസുകൾ എഴുതുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വിളിക്കാൻ പോകുന്ന എക്സാംസുകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ആ ഒരു എക്സാം ആകുന്ന സമയത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് കാര്യങ്ങൾ വളരെ മെല്ലെ സ്ലോ ആയിട്ട് മനസ്സിലാക്കി പഠിച്ച് എക്സാംസുകൾ എഴുതി ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റെഡി ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് നമുക്ക് 1 year വാലിഡിറ്റി ആണ് നമുക്ക് വരുന്നത്. 1 year വാലിഡിറ്റി ആണ്. ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കേരളത്തിലെ പല ഇലക്ട്രിക്കലിന്റെ കോമ്പറ്റീറ്റീവ് എക്സാംസുകളിലും ക്ലാസ് എടുത്ത് തെളിഞ്ഞു നിൽക്കുന്ന എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ് ആണ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഫാക്കൾട്ടീസ് ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റിവിഷൻ ടെസ്റ്റുകളൊക്കെ നോക്കി നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, ആരൊക്കെ എക്സാം എഴുതുന്നില്ല എന്ന് നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഡിപ്ലോമ ലെവൽ അതുപോലെ അല്ലെങ്കിൽ ITI ലെവൽ എക്സാംസുകൾ വരുമ്പോൾ ഒരുപാട് പോയിന്റുകൾ നിമ്മിയിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിമ്മി മാത്രം ബേസ് ചെയ്തിട്ടെന്നല്ല, നിമ്മിയിലെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ITIയിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, പിന്നെ ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഫീ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ഒരു ഡിപ്ലോമ ലെവൽ എക്സാംസുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ഡിപ്ലോമ ലെവൽ എക്സാംസുകൾക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഫീസ് വരുന്നത് 4,999 മാത്രമാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫീസുകൾ അന്വേഷിക്കാം. നമുക്ക് ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകളും എക്സാംസുകളൊക്കെ നമ്മൾ ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് എന്നുള്ള രീതിയിലാണ്, ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് ബാച്ച് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫീസിൽ നമ്മൾ ഈ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. 4,999 ആണ് നമുക്ക് ഈ ഒരു ബാച്ചിന്റെ. ഓഗസ്റ്റ് 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും പറയാം, നമ്മൾ അത് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതോറും നമുക്ക് എന്താണ് ഒരുപാട് ക്ലാസ്സുകൾ ഇതൊക്കെ പെൻഡിങ് വരും. അപ്പോൾ നിങ്ങളൊരു ഒരു ഓഗസ്റ്റ് 30 വരെ നിങ്ങൾ ഒരു സെപ്റ്റംബർ അവസാനമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു മാസം നമ്മളൊരു 20 ദിവസം 25 ദിവസം × 2 നോക്കിയാൽ 50 അവർ അവിടെ ഓൾറെഡി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിടക്കുന്നുണ്ടാവും. അതല്ല, സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിലോ നമ്മൾ ആ ഓരോ ദിവസം വരുന്ന 1-2 അവർ ഇങ്ങനെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡിൽ ഒരു 1-2 ദിവസം ഒഴിവ് വരുമ്പോൾ അന്ന് റിവിഷൻ ചെയ്ത് വീക്കെൻഡിൽ എക്സാം എഴുതി ഓരോ ടോപ്പിക്ക് തീരുമ്പോഴുള്ള ടോപ്പിക് ടെസ്റ്റുകൾ ആ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്ത് അതൊരു ഓർഡറിൽ ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രാക്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം 50 അവർ 100 അവർ ലോഡ് വരുമ്പോൾ നമ്മൾ ആദ്യം നെഗറ്റീവ് അടിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പരിപാടി അങ്ങ് നിർത്തി വെക്കും. ഒക്കെ അപ്പോൾ എന്ത് ചെയ്യുക, ഓഗസ്റ്റ് 30 മുതൽ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു PSC എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒറ്റയടിക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ എഴുതിയെടുത്ത് ജോലി വാങ്ങേണ്ട സംഭവമല്ല. അങ്ങനെയുള്ളവരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും എന്നെ പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള, നമ്മളെപ്പോലെയുള്ള ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ 8, 10, 12 മാസമാണ് അതിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2026 നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. 2027 വരുന്ന ഏതെങ്കിലും ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാം, നല്ല റാങ്കോട് കൂടിയിട്ട് ക്രാക്ക് ചെയ്യാം. 2027 അല്ലെങ്കിൽ 2028 നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി നേടി ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം, സ്ഥിരമായിട്ട് ജോലി എന്നുള്ള നമ്മുടെ സ്വപ്നം നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8139888011 എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. സോ ഡേറ്റ് മറക്കണ്ട, ഓഗസ്റ്റ് 30 നമ്മൾ ഇലക്ട്രിക്കലിന്റെ പുതിയ ബാച്ച് ആയിട്ടുള്ള PowerX ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ എല്ലാവരും ആ ബാച്ചിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.